വെൽക്കം ടു എസ് ഫോർ സക്സസ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും ഭരണഘടനാ രൂപീകരണത്തെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓർ മൗലിക അവകാശങ്ങൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഭാഗം 4A ആർട്ടിക്കിൾ 51A പ്രകാരം ഓരോ പൗരനും പാലിക്കേണ്ട 11 മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണഘടനയുടെ തുടക്കത്തിൽ 10 കർത്തവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 11 മൗലിക കർത്തവ്യം കൂട്ടിച്ചേർത്തത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നത്. പ്രധാനപ്പെട്ട 11 മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ഭരണഘടനയെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ദേശീയഗാനത്തെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുക. 2. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകിയ മഹത്തായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും ഉയർത്തിപ്പിടിക്കുക. 4. രാജ്യത്തെ കാത്തു സംരക്ഷിക്കുകയും രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുകയും അഥവാ രാജ്യസേവനം നൽകുകയും ചെയ്യുക. 5. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ ഭിന്നതകൾക്കതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സഹകരണവും സൗഹാർദ്ദവും വളർത്തുകയും സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന നടപടികൾ ഉപേക്ഷിക്കുക. 6. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. 7. പരിസ്ഥിതി സംരക്ഷണം. വനങ്ങളും കായലുകളും വന്യജീവികളും ഉൾപ്പെടുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക. ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുക. 8. ശാസ്ത്രീയ മനോഭാവം. ശാസ്ത്രബോധം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വികസിപ്പിക്കുക. 9. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. 10. രാഷ്ട്രത്തിന്റെ നിരന്തരമായ ഉന്നതിക്ക് വേണ്ടി വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനങ്ങൾ നടത്തുക. 11ാമത്തെ കർത്തവ്യം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ദെൻ മൂവിങ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓർ രാജ്യത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ 36 മുതൽ 51 വരെയുള്ള 16 വകുപ്പുകളിലായാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് പ്രേരണയും പ്രചോദനവും ഉൾക്കൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ നിർദ്ദേശക തത്വങ്ങൾ ആവിഷ്കരിച്ചത്. മൗലിക അവകാശങ്ങളെ പോലെ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കുവാൻ കഴിയില്ല. അതായത് നിർദ്ദേശക തത്വങ്ങൾ ന്യായവദാർഹങ്ങളല്ല. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി ഉറപ്പുവരുത്തുകയും ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനായി ഭരണകൂടം നിയമനിർമ്മാണത്തിലും ഭരണത്തിലും പാലിക്കേണ്ട അടിസ്ഥാന മാർഗനിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ വർഗീകരിച്ചിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാർ നിർദ്ദേശക തത്വങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ 3ആയി തരംതിരിക്കുന്നു. സോഷ്യലിസ്റ്റ് തത്വങ്ങൾ, ഗാന്ധിയൻ തത്വങ്ങൾ, ഉദാര തത്വങ്ങൾ എന്നിങ്ങനെയാണവ. 1. സോഷ്യലിസ്റ്റ് തത്വങ്ങളിലേക്ക് വരുമ്പോൾ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുകയും ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് നീതിപൂർവമായ സാമൂഹ്യക്രമം, ഉപജീവനത്തിനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, അസമത്വം ഒഴിവാക്കുക, വിഭവങ്ങളുടെ ന്യായമായ വിതരണം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം, നീതിപൂർവവും മനുഷ്യോചിതവുമായ തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലും വിദ്യാഭ്യാസത്തിനുമുള്ള അവസരം, സമ്പത്തും മൂലധനവും സ്വകാര്യ വ്യക്തികളുടെ കൈകളിൽ കുമിഞ്ഞുകൂടുന്നത് തടയൽ തുടങ്ങിയവയാണ്. ഗാന്ധിയൻ തത്വങ്ങളിലേക്ക് വരുമ്പോൾ ദേശീയ പ്രസ്ഥാനകാലത്ത് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായങ്ങളുടെ വികസനം, മദ്യനിരോധനം, ആധുനിക രീതിയിലുള്ള കൃഷിയും മൃഗസംരക്ഷണവും, ദുർബല വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ താൽപ്പര്യ സംരക്ഷണം തുടങ്ങിയവയാണ്. ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളിലേക്ക് പോകുമ്പോൾ ഉദാരതാവാദത്തിന്റെ പ്രത്യയശാസ്ത്രത്തെയാണ് ഇതിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് രാഷ്ട്രത്തിന് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക, ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുക, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക, അന്താരാഷ്ട്ര സുരക്ഷിതത്വവും സമാധാനവും വളർത്തുക, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയവയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോയാണിത്. ഇത്തരത്തിലുള്ള മറ്റ് അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching and signing out from S for Success.